ഇന്ത്യയുടെ മൂല്യത്തകർച്ച എത്രത്തോളം സാരമായി ബാധിക്കുമെന്ന് യാതൊരു ധാരണയുമില്ല. ഇന്ത്യയുടെ തകർച്ച എന്ന് തന്നെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അംബാനി, അദാനി, രത്തൻ ടാറ്റ ഗ്രൂപ്പ്, അനേകം ബിസിനസ് സംരംഭങ്ങൾ ചേർന്ന് പരിശ്രമിച്ചിട്ടും ഡോളറിനെതിരെ മത്സരിക്കാൻ ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മൂല്യത്തകർച്ചയുടെ സമയത്ത് പ്രവാസികൾ സന്തോഷിക്കും. കാരണം കുറച്ച് കാശയച്ചാൽ ലക്ഷങ്ങളും ഇവിടെ എത്തി. ബട്ട് ഇവിടെ 10 രൂപയുടെ സ്ഥാനത്ത് 50 രൂപ കൊടുക്കണമെന്ന ധാരണ അവർ മനസ്സിലാകുന്നില്ല. ഡോളറിനെതിരെ മത്സരിക്കുന്ന പങ്ക്തിയിൽ ജനസംഖ്യയേറിയ രാജ്യമായ ചൈന ഒട്ടും പിന്നിലല്ല. കാരണം കൊറോണയ്ക്ക് ശേഷമുള്ള ചൈനയും കൊറോണയ്ക്ക് മുന്നേയുള്ള ചൈനയും തമ്മിൽ നന്നായി വ്യത്യാസമുണ്ട്. കയറ്റുമതി കൂട്ടിയും ഇറക്കുമതി കുറച്ചും അവർ നന്നായി കൺട്രോൾ ചെയ്തു. ഡെവലപ്പിംഗ് യുവർ സ്കിൽ മേക്ക് യുവർ ഡ്രീം. വിദേശത്തുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങാൻ അനേകം നിയമ നടപടികളുണ്ട്. എന്നാൽ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് ബിസിനസ് തുടങ്ങാൻ ഇന്ത്യയിൽ അനേകം പദ്ധതികളുണ്ട്. അതിലൊന്നാണ് മേക്ക് ഇൻ ഇന്ത്യ. മറ്റു വിദേശ ശക്തികൾ ഇന്ത്യയെ കമ്പോള രാജ്യമായി മാറ്റുമ്പോൾ, എന്നാൽ സ്വദേശ സംഘടനകൾ വികസനത്തിനു വേണ്ടി പൊരുതുന്നു. ഇവ രണ്ടും തമ്മിലുള്ള മത്സരമാണ് മൂല്യത്തകർച്ചയ്ക്ക് കാരണം. ഇതിന് ഉദാഹരണം സ്വദേശ ശക്തി ടെലികോം കമ്പനിയായ ഇൻ്റർനെറ്റ് ഫ്രീ സംവിധാനം ഒരുക്കിയതുകൂടി ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ വിദേശ ശക്തികൾ കഴിഞ്ഞിട്ടില്ല. ഡെവലപ്പ് യുവർ സ്കിൽ കം ഇൻ മണി. (2047) ആവുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുമെന്ന പ്രതീക്ഷയോടെ